ഹേ ഗൈസ്, അപ്പോൾ നമ്മളിത് റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണെങ്കിൽ ഒരു ശാന്തമായ അന്തരീക്ഷമുള്ള സ്ഥലം, ഒച്ചയും ബഹളവും ഒന്നുമില്ല. അങ്ങനെ നമ്മളിത് റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. വലിയ റൂമായിരുന്നു ഗൈസ്. ഒരു 10 പേർക്കെങ്കിലും കിടക്കാം. വന്ന ഉടനെ തന്നെ റെസ്റ്റ് എടുക്കാൻ നമ്മൾ പൂളിൽ ചാടാൻ പോവാണ് ഗൈസ്. ദേ ആദ്യം തന്നെ ഞാൻ ഏട്ടനെ ഇറക്കി ആഴം ടെസ്റ്റ് ചെയ്യാൻ. വെള്ളത്തിൽ ഇറങ്ങിയതിന്റെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആഴമൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ദേ ഇറങ്ങി ഗൈസ്. അപ്പോൾ ദേ അവിടുന്ന് ഒരു പന്ത് കിട്ടി. പിന്നെ പറയണ്ടല്ലോ, പന്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിയായി. ഉള്ളിലോട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ആരുടെയും ഒരു ശല്യവും ബഹളവും ഇവിടെ ഇല്ല. ടൗണിൽ നിന്ന് ഒരുപാട് അകത്തേക്കാണ് ഈ സ്ഥലം. ഫുള്ള് കാടായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് മയിലിന്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. സമയം എന്താ രാത്രി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് പ്രഹസനങ്ങളാണ് ഗൈസ്. ആരും കാണണ്ട, കണ്ണുപത്തിക്ക. റൊമാൻസ്. അപ്പോൾ അതേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറി. നമ്മൾ നിൽക്കുന്ന റിസോർട്ടിന്റെ പേര് പറയാൻ ഞാൻ മറന്നു. ഗ്രീൻഫിഞ്ച് റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഗൈസ്. അങ്ങനെ ഇതേ റൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് മേടിക്കാൻ പുറത്ത് പോകണം. അതുകൊണ്ട് നമ്മളതേ ടൗണിലേക്ക് പോകുകയാണ്. ഏട്ടൻ്റെ ഫുഡും മേടിച്ച് വന്നിട്ടുണ്ട്. ഇനി റൂമിൽ പോകുക, ഫുഡ് അടിക്കുക, കിടക്കുക. അതാണ് പ്ലാൻ. പൊറോട്ടയുടെ ഒക്കെ ഒരു വലിപ്പം നോക്കണേ. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഏതാണ്ട് 2 കറിയും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ ഗൈസ്.